പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ വീഡിയോ ചെയ്യാൻ കാത്തിരുന്നതും നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് കാത്തിരിക്കുന്നതുമായ വീഡിയോ കേരളത്തിലെ ഡിഗ്രി അഡ്മിഷൻ 2024-25 എല്ലാ യൂണിവേഴ്സിറ്റിയിലും തുടങ്ങിയിരിക്കുന്നു. ആദ്യം കണ്ണൂർ യൂണിവേഴ്സിറ്റി, പിന്നെ MG, പിന്നീട് കേരള, ഇതാ അടുത്തു തന്നെ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കണ്ണൂരിൻ്റെ മെയ് 31, MG യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. കേരള ജൂൺ 7, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാനുള്ളത് ജൂൺ 1 അതുകൂടാതെ ഓട്ടോണമസ് കോളേജിലും അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന അതേ ഫീസോടുകൂടി തന്നെ ഓട്ടോണമസ് കോളേജിലും നമുക്ക് പഠിക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ ഫീ ഒരു 3000-6000 ഒതുങ്ങും. എയ്ഡഡ് കോളേജിലാണെങ്കിൽ അതേ 3000-6000 തന്നെ ആയിരിക്കാം. എന്നാൽ ചില സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ വരുമ്പോൾ സെമ്മിന് 10,000 മുതൽ 20,000 ഒക്കെ വരുന്നുണ്ട്. അടുത്തത് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണല്ലോ. അവയ്ക്ക് 10,000 മുതൽ, അതായത് 6 മാസം ഒരു സെമ്മിന് 10,000 മുതൽ 20,000 വരെയ്ക്ക് ഓരോ കോഴ്സ് അനുബന്ധമായി വരുന്നുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കണ്ണൂർ, MG, കേരള, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി അവയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. അഡ്മിഷൻ ചെയ്യാൻ മാത്രമല്ല, അവർ നൽകുന്ന കോഴ്സുകളും അനുബന്ധ രേഖകളും വായിക്കുവാൻ കൂടി ആ ലിങ്ക് ഉപകാരപ്രദമാണ്. അല്പം ഒന്ന് കയറി നോക്കുക. ഓക്കെ. പിന്നെ FIUGP 4 വർഷ ഡിഗ്രി പ്രോഗ്രാമുകളെ കുറിച്ച് ധാരണയില്ലാത്ത വിദ്യാർത്ഥികൾക്കായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇനി ഡിഗ്രി അഡ്മിഷനിലേക്ക് എടുക്കുമ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ് കയ്യിൽ കരുതണം എന്ന് പറയാം. SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്. ഈ വർഷത്തെ വിദ്യാർത്ഥികളാണെങ്കിൽ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ മാർക്ക് ലിസ്റ്റും അപ്ലൈ ചെയ്യുന്നതോടൊപ്പം ഇരുന്നതായിരിക്കും. പിന്നെ ബോണസ് പോയിന്റിന് അർഹരായ വിദ്യാർത്ഥികൾ അതാത് NSS, NCC, SCP എന്നീ സർട്ടിഫിക്കറ്റിൽ കൂടി കൈ കരുതാവുന്നതാണ്. അടുത്തു പറയുന്നത് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ റിസർവേഷൻ ലഭിക്കാനായി, അതായത് ഫീസ് റിസർവേഷൻ, OEC OBC വിദ്യാർത്ഥികൾ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റും അതിൻ്റെ വാലിഡിറ്റി വരുന്നത് 1 ഇയറാണ്. പിന്നെ ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് EWS സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക. ഈ 2 സർട്ടിഫിക്കറ്റും സെൻട്രൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത് ആവരുത്, അതായത് NEET, JEE എന്നിവയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത് ആവരുത്. പിന്നെ SC ST വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതുക. പിന്നെ കുടുംബ വാർഷിക വരുമാനം 1,00,000 താഴെയാണെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതാവുന്നതാണ് ഫീസ് റിസർവേഷൻ ലഭിക്കുന്നതിന്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലും എത്ര % ഉള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കുമെന്നൊരു സംശയം നിലനിൽക്കുമല്ലോ. അതിനായി നമ്മൾ എടുക്കുന്ന കോഴ്സിൻ്റെ ഇൻഡെക്സ് മാർക്കാണ് കണക്കാക്കുന്നത്. +1 WGPA നോക്കിയതുപോലെ തന്നെ ഓരോ കോഴ്സിലെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനും പ്രീവിയസ് ഇയർ ഇൻഡെക്സ് മാർക്ക് വെച്ച് കഴിഞ്ഞ ഇയറിൽ എത്ര വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചു എന്നതും മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ ഓരോ കോളേജിലും എത്ര സീറ്റ് ഉണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനൊരു ഉദാഹരണമെന്ന നിലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലിങ്ക് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ആണ് വരിക. അതിലെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുക. അതിൽ UG എന്നത് സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ഞാൻ അവിടെ BSc മാത്തമാറ്റിക്സ് ഓണേഴ്സ് നോക്കുന്നുണ്ട്. സെലക്ട് ഡിസ്ട്രിക്റ്റ് ഒക്കെ വന്നാൽ ഇവിടെ പാലക്കാടാണ് നോക്കുന്നത്. സെർച്ച് ചെയ്യുമ്പോൾ എയ്ഡഡ് കോഴ്സുകളുടെ സീറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ഉണ്ടെങ്കിൽ അതും കാണിക്കുന്നതായിരിക്കും. ഗവൺമെൻറ് വിക്ടോറിയ കോളേജ് പാലക്കാട്, അതുപോലെ അൺഎയ്ഡഡ് കോളേജ് ഉണ്ടെങ്കിൽ അതും കാണിക്കും. അതിനോടൊപ്പം ആ കോളേജിലെ ആ കോഴ്സിൻ്റെ സീറ്റും കാണിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ നൽകിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ്റെ അപ്ഡേറ്റുകൾ പെട്ടെന്ന് ലഭിക്കാൻ വളരെ ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.